നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിൽ നിന്ന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത അൽ വിദ ഉസ്താദ് എന്ന തലക്കെട്ടോടുകൂടി സാക്കിർ ഹുസൈൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. മാന്ത്രിക വിരലുകളുടെ ചക്രവർത്തിക്ക് വിട. 6 പതിറ്റാണ്ട് തബല വിസ്മയം. അന്ത്യം അമേരിക്കയിൽ. ഇന്ത്യയുടെ അഭിമാനം. പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും നേടിയ അതുല്യ പ്രതിഭ. 4 ഗ്രാമീൺ അവാർഡുകളും നേടിയിട്ടുണ്ട്. ആ വിവരങ്ങളെല്ലാം തലക്കെട്ടുകളായി നൽകുന്നു. ഒപ്പം 6 പതിറ്റാണ്ടോളം ലോകത്തെ സംഗീതത്തിൻ്റെ മാസ്മരിക വലയത്തിലാക്കിയ മാന്ത്രിക വിരലുകൾ നിലച്ചപ്പോൾ സംഗീത ലോകം വേദനയോടെ പറഞ്ഞു അൽ വിദ ഉസ്താദ്. വിഖ്യാത തബലവാദകൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ ഇനി താളനിബന്ധമായ ഓർമ്മ. അന്ത്യം ഉയർന്ന രക്തസമ്മർദ്ദവും ശ്വാസകോശ സംബന്ധമായ അസുഖത്തെയും തുടർന്ന് തിങ്കൾ രാവിലെ. പൊന്നുമോൾ പുഞ്ചിരിക്കുന്നതും കാത്ത് എന്ന തലക്കെട്ടോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. നൃത്തവേദിയിലും സൗഹൃദങ്ങളിലും വീട്ടിലും ക്ലാസ് മുറിയിലും പാറിപ്പറന്നൊരു വർണ്ണപ്പട്ടമായിരുന്നു ദൃഷാന. ഒടുവിൽ റോഡിൽ പൊലിഞ്ഞു അവളുടെ കളിയും ചിരിയും. ഇന്നവൾ അബോധാവസ്ഥയിൽ. ഒരിക്കലെങ്കിലും അവൾ തങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, പുഞ്ചിരിച്ചിരുന്നെങ്കിൽ. അച്ഛൻ VK സുധീറും അമ്മ NK സ്മിതിയും സഹോദരി ദൃഷ്ണമാരെയും 9 മാസമായി ആ കാത്തിരിപ്പിലാണ്. ഫെബ്രുവരി 17 അമ്മയ്ക്കും സഹോദരിക്കും മുത്തശ്ശിക്കും ബേബിക്കുമൊപ്പം വടകര ചോറോട് റോഡ് മുറിച്ച് കിടക്കവേ കാറിടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. മുത്തശ്ശി അന്ന് തന്നെ മരിച്ചു. അതിനുശേഷം പിന്നെ കുട്ടി സ്വഭാവത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാർത്ത. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ദേശാഭിമാനി നൽകുന്നത്. ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച് ക്രൂരത. സഞ്ചാരികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഇടപെട്ട ആദിവാസി യുവാവിനെ കാറിൽ റോഡിലൂടെ വലിച്ചിഴച്ചു. മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവ് ചെമ്മാട് ഉന്നതിയിലെ മദനാണ് ക്രൂരതയ്ക്ക് ഇരയായത്. പരിക്കേറ്റ ഇയാളെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അദ്ദേഹത്തെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ചിത്രം അതിനോടൊപ്പം തന്നെ വാർത്തയോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി ഏറ്റവും പ്രാധാന്യത്തോടെ നൽകുന്ന വാർത്ത നാണിച്ചു തലതാഴ്ത്താം. വനവാസി യുവാവിനെ റോഡിൽ വലിച്ചിഴച്ചു. വനവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോയിൽ ശ്മശാനത്തിലെത്തിച്ചു. ആംബുലൻസ് നൽകിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചത് കൂടാതെ മറ്റൊരു വാർത്ത കൂടി ജന്മഭൂമി നൽകുന്നുണ്ട്. അത് വയോധികയായ ഒരു ആദിവാസി അമ്മയെ കൊണ്ടുപോകാൻ ആംബുലൻസ് വിട്ടു നൽകാതെ അമ്മയെ ഓട്ടോയിൽ എത്തിക്കുന്ന വാർത്തയാണ് അതിനോടൊപ്പം നൽകിയിട്ടുള്ളത്. പോലീസുകാരൻ ജീവനൊടുക്കിയത് മേലുദ്യോഗസ്ഥരുടെ പീഡനം മൂലം. അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിൽ ജീവനൊടുക്കിയ ഹവിൽദാർ വിനീതിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടുകിട്ടി. വയനാട് കൽപ്പറ്റ ചെങ്ങഴിമൽ വിനീതിനെ കഴിഞ്ഞ ദിവസം രാത്രി 8:50 സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. താള വിസ്മയത്തിന് അന്ത്യാന്തരം എന്ന തലക്കെട്ടോടുകൂടി ജന്മഭൂമി ഇന്നും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയിട്ടുണ്ട്. PM മ്യൂസിയം ആൻഡ് ലൈബ്രറി കത്ത് നൽകി. സോണിയ കൊണ്ടുപോയ നെഹ്റുവിൻ്റെ കത്തുകൾ തിരികെ നൽകണം. പ്രധാനമന്ത്രി മ്യൂസിയത്തിൽ നിന്ന് UPA ഭരണകാലത്ത് സോണിയ കൊണ്ടുപോയ കത്തുകൾ തിരികെ ആവശ്യപ്പെട്ട് PM മ്യൂസിയം ആൻഡ് ലൈബ്രറി 2008 നെഹ്റുവിൻ്റെ കത്തുകൾ 51 പെട്ടികളിലാക്കി സോണിയ കൊണ്ടുപോയത്. മൗണ്ട് ബാറ്റൻ്റെ ഭാര്യ എഡ്വിന മൗണ്ട് ബാറ്റൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങി നിരവധി പ്രമുഖർക്ക് ജവഹർലാൽ നെഹ്റു വ്യക്തിഗതമെഴുതിയ കത്തുകളാണ് സോണിയ കൊണ്ടുപോയത്. കത്തുകൾ തിരികെ നൽകണമെന്ന് പ്രധാനമന്ത്രി മ്യൂസിയം ആൻഡ് ലൈബ്രറി ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചു. വാർത്ത ജന്മഭൂമിയിൽ നൽകിയിട്ടുണ്ട്. ഭാരതത്തിലെത്തിയ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാർ ദിസ്നായക് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം എന്ന വാർത്ത ജന്മഭൂമിയിൽ നൽകുന്നു. ഒപ്പം സ്വാവലംബന ഗ്രാമങ്ങൾ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട്. ദത്താത്രേയ ഹോസബാളെ. സമാജ സേവനത്തിലൂടെ സ്വാവലംബന ഗ്രാമങ്ങൾ എന്നിവയാണ് ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് RSS സർക്കാര്യവാഹക ദത്താത്രേയ ഹോസബാളെ. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ഓ ഉസ്താദ് എന്ന തലക്കെട്ടോടുകൂടി 1951 ജനിച്ച് 2024 മരണപ്പെട്ട സാക്കിർ ഹുസൈൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു മാതൃഭൂമി. കടുപ്പിച്ച് കോടതി എന്ന തലക്കെട്ടോടുകൂടി റോഡും നടപ്പാതയും തടഞ്ഞ് സമ്മേളനം നടത്തിയാൽ സംഘാടകർ മാത്രമല്ല വേദിയിലുള്ളവരും നടപടി നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി റോഡ് ഭാഗികമായി തടഞ്ഞ് CPM പാളയം ഏരിയ സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി.
വഞ്ചൂരിൽ കണ്ടില്ല, സെക്രട്ടേറിയറ്റിലും കൊച്ചിയിലും കണ്ടു. ഭാഗികമായ റോഡ് തടഞ്ഞ CPM പാളയം ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെ കേസെടുത്ത പോലീസ് മറ്റു പാർട്ടികൾ നടത്തിയ പരിപാടിയിൽ നേതാക്കൾക്കെതിരെ തന്നെ കേസെടുത്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയത് ഡിസംബർ 10-ന് 36 മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹം നടത്തിയതിന് ജോയിന്റ് കൗൺസിലർ നേതാക്കളായ KP ഗോപകുമാർ, ജയചന്ദ്രൻ കല്ലിക്കൽ, OK ജയകൃഷ്ണൻ തുടങ്ങിയവർക്കെതിരെയാണ് കേസെടുത്തത്. മണിയാർ പദ്ധതി നീട്ടി നൽകൽ എതിർപ്പ് പരസ്യമാക്കി വൈദ്യുതി മന്ത്രി. കരാർ കാലാവധി അവസാനിച്ച മണിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ കരാർ നീട്ടരുതെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. പദ്ധതി KSEB ഏറ്റെടുക്കണമെന്നതാണ് വൈദ്യുതി വകുപ്പിൻ്റെയും ബോർഡിൻ്റെയും അഭിപ്രായമെന്ന് അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീലങ്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ദൃശ്യങ്ങൾ മാതൃഭൂമി നൽകുന്നു. ഒപ്പം കാകദൃഷ്ടി എന്നുള്ള കാർട്ടൂൺ പരമ്പരയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചഴിച്ച ക്രൂരത. അന്ന് മധു ഇന്ന് മാതൻ എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ആദിവാസി യുവാവായ മാതനെയും ഒപ്പം ശരീരഭാഗം പുറത്തേക്ക് തള്ളി മടിയിൽ കിടത്തി അന്ത്യയാത്ര ആംബുലൻസിലാത്തുകൊണ്ട് മൃതശരീരം കൊണ്ടുപോയ ആദിവാസിയായ അമ്മയുടെ മൃതശരീരം കൊണ്ടുപോയ വാർത്തയും കേരള കൗമുദി നൽകുന്നു. ആദിവാസികളോട് കൊടും ക്രൂരത എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. റോഡിലെ പൊതുയോഗം നിലപാട് ഘടിപ്പിച്ച് ഹൈക്കോടതി. വേദിയിലുണ്ടായിരുന്നവരും പ്രത്യാഘാതം അനുഭവിക്കണമെന്ന തലക്കെട്ടോടുകൂടി റോഡ് തടഞ്ഞു ഉപരോധം നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഹൈക്കോടതി ഇടപെട്ട വിഷയം കേരള കൗമുദി നൽകുന്നു. ചോദ്യപേപ്പർ ചോർത്തലിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നുള്ള വാർത്ത കേരള കൗമുദി നൽകുന്നു. ഹൃദയതാളം നിലച്ചു. സാക്കിർ ഹുസൈൻ 1951-2024 ഉസ്താദ് അമർ രഹേ എന്നുള്ളതാണ് ആ വാർത്ത. വിശദമായ ഉൾപേജിൽ കൊടുക്കുന്നുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഇന്ന് അവതരിപ്പിക്കുമെന്ന വാർത്ത നൽകുന്നു. ഒപ്പം തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ചോദ്യപേപ്പർ ചോർച്ച 6-അംഗ സമിതി അന്വേഷിക്കും. ആര് ചോർത്തിയെന്ന ചോദ്യത്തിന് സൊല്യൂഷൻ വേണം, ഉത്തരം മുട്ടരുത് എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ താളമേ നന്ദി, സാക്കിർ ഹുസൈന് വിട എന്ന തലക്കെട്ടോടുകൂടി സാക്കിർ ഹുസൈൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത. ഇവരും മനുഷ്യരല്ലേ, വയനാട്ടിൽ നിന്ന് ഹൃദയം തകർക്കുന്ന 2 വാർത്തകൾ എന്ന തലക്കെട്ടോടുകൂടി ആദിവാസികളോട് കാട്ടിയ കൊടും ക്രൂരതയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നു മാധ്യമം. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ 6-അംഗ സമിതി എന്നുള്ള വാർത്ത നൽകുന്നു മാധ്യമം. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം, ഗതാഗതം തടസ്സപ്പെടുത്തി സമ്മേളനം, വടിയെടുത്ത് കോടതി. ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ കളികളാണ് നിരോധിക്കേണ്ടതെന്നും ഹൈക്കോടതി. മതത്തിൻ്റെ പേരിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് മതം നിരോധിക്കാറില്ല. അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചെയ്യുന്നതിന് രാഷ്ട്രീയം നിരോധിക്കാൻ കഴിയില്ല. എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഹാനികരമായ സമ്പ്രദായം ഇല്ലാതാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പാളിൻ്റെ സമ്മതത്തിനായി പോലീസ് കാത്തുനിൽക്കേണ്ട, സർക്കുലർ ഉടൻ പുറത്തിറക്കുമെന്ന് DGP. സാക്കിർ ഹുസൈൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത ഇവിടെയും നൽകിയിട്ടുണ്ട്. കേട്ടാസ്വദിക്കാൻ കണ്ടാനന്ദിക്കാൻ ഇനിയില്ല തബലയിലെ മാന്ത്രിക താളം. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം പ്രഖ്യാപിക്കുന്ന തലക്കെട്ടോടുകൂടി 6-അംഗ സംഘത്തെ നിയോഗിച്ച വാർത്ത നൽകുന്നു ദീപിക. കാറടിപ്പിച്ച് കൊലപാതകം, 4 യുവാക്കൾ അറസ്റ്റിൽ. മന്ദമരുതിയിൽ കാറിടിപ്പിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ 4 പ്രതികൾ അറസ്റ്റിൽ. റാന്നി പഴയവങ്ങാടി വെട്ടിക്കൽ ബാബു എന്ന് വിളിക്കുന്ന സുരേഷിൻ്റെ മകൻ അമ്പാടി സുരേഷ് ഞായറാഴ്ച രാത്രി കാർ അപകടത്തിൽ മരിച്ചതായി പ്രാഥമിക നിഗമനത്തിലെത്തിയ സംഭവമാണ് അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. മാവേലിനാട് എന്നവരുടെ കാർട്ടൂൺ പരമ്പരയിൽ ചോദ്യപേപ്പർ ചോർച്ച വിദ്യാഭ്യാസ മേഖലയ്ക്ക് അപമാനം എന്ന് CPI. ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിന് ചോർച്ച ഒരു ചേർച്ചയാണ് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.